ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ദ്വാരക ഫിഷ് ഫാമിലാണ്. അത് എവിടെയാണ് എന്താണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഇതിൻ്റെ ഓണറായിട്ടുള്ള രഞ്ജിത്ത് ചേട്ടനെ നമുക്ക് പരിചയപ്പെടുത്താം. രഞ്ജിത്ത് ചേട്ടൻ കാര്യമായിട്ട് പറയും. ഇപ്പം നേരെ അങ്ങോട്ട് പോയാലോ? അപ്പം നമ്മുടെ രഞ്ജിത്ത് ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എല്ലാ കാര്യങ്ങളും കുറേ വർഷങ്ങളായിട്ട് കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് രഞ്ജിത്ത് ചേട്ടനോട് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്കാരം. അപ്പോൾ രഞ്ജിത്ത് ചേട്ടാ, ഇത് എവിടെയാണ് എന്താണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഫസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഇത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ വെള്ളിമാടുകുന്ന്, വയനാട് റോഡ് വെള്ളിമാടുകുന്ന് ജംഗ്ഷനിൽ പൂളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട്. ദ്വാരക ഫിഷ് ഫാം കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കറക്റ്റായിട്ടുണ്ട്. പൂളക്കടവ് LP സ്കൂളിൻ്റെ തൊട്ടടുത്ത കോമ്പൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം എത്ര വർഷമായി ഇപ്പം തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 30 വർഷത്തിലൊക്കെ മേലെയായി. 30 വർഷമായി. അപ്പോൾ ഒരുപാട്, അതായത് ഒരു ജീവിതത്തിന്റെ പകുതി ഭാഗവും നമ്മുടെ ഇതിന്റെ. അപ്പൊ നമുക്ക് നേരെ എന്താ പറയാ, ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. പിന്നെ എന്താ പറയാ, ഇവിടെ വേറൊരു ഇതും കൂടെ ഉണ്ടല്ലേ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ പുതിയ ഹാച്ചറി യൂണിറ്റ് ആണ്. ഓക്കെ, അത് പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന. അങ്ങനെയാണല്ലേ. അപ്പൊ നേരെ അങ്ങോട്ട് പോയാലോ, ബാക്കിയുള്ള കാര്യങ്ങൾ. എന്താ പറയാ, രഞ്ജിത്ത് ചേട്ടന്റെ ഇത് ഹാച്ചറി ഹാച്ചറി സെക്ഷൻ ആണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാന്നുള്ളതൊക്കെ രഞ്ജിത്ത് ചേട്ടൻ പറഞ്ഞുതരും. മുഴുവനായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഒരു പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന എന്ന് പറയുന്ന സെൻട്രൽ ഫിഷറീസിൻ്റെ കീഴിൽ വരുന്ന, സ്റ്റേറ്റ് ഫിഷറീസും സെൻട്രൽ ഫിഷറീസും കൂടെയാണ് ഈ ഒരു സംരംഭത്തിന് നമുക്ക് ഒരു സബ്സിഡി ആയിട്ട് തന്നത്. അതിൻ്റെ ആ ഒരു ചിട്ടവട്ടങ്ങളനുസരിച്ച് ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ള ഒരു ഹാച്ചറിയാണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സെമി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഇന്നത്തെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഹാച്ചറി ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവർ പറയുന്ന രീതിയിൽ തന്നെയാണോ നമ്മൾ സെറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ? അങ്ങനെ ഇല്ല. അവർ വന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവർ ഈ ക്രൈറ്റീരിയ അനുസരിച്ച് പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു 8 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ചെയ്തത്. അതിനകത്ത് 40,000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അത് ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റിയാണ് നമുക്ക് ഇവിടെ ഉണ്ടാവേണ്ടത്. അത് അതിൽ ഗ്ലാസ് ടാങ്ക്സ്, സിമെന്റ് ടാങ്ക്സ്, ഇങ്ങനെയൊക്കെ അവർ പറയുന്നത്. അവര് കമ്പൽസറി ആണ് ഇത്ര നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത് അല്ലേ? അത് അവർ കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ രീതിയിൽ ചെയ്താലേ നമുക്ക് ഈ സബ്സിഡി കിട്ടുള്ളൂ. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്ന തന്നെ വേണോ, അല്ല ഇന്ന ഫിഷ് തന്നെ വേണോ, അങ്ങനത്തെ ഇതുണ്ടോ? അതായത് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. ഫിഷസ് ഇന്നത് വേണം എന്നുള്ളതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓർണമെന്റൽ ഫിഷിന്റെ ഈ എക്സ്പോർട്ടൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇന്ത്യ ഗവൺമെന്റ് ഇതിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യുന്നത്. ശരി, അപ്പൊ ഇവിടെ ഉള്ള വെറൈറ്റീസ് ഒക്കെ നമുക്കൊന്ന് കാണാം. ഏതൊക്കെ വെറൈറ്റി ആണ്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. തീർച്ചയായും. ഇതിപ്പോ ഏതാ വെറൈറ്റി വരുന്നത്? ഇത് നമ്മള് വെറൈറ്റി എന്ന് പറയുമ്പോൾ പോയ്സിലിഡേ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമുക്കറിയാം, പ്രസവിക്കുന്ന മത്സ്യങ്ങൾ എന്ന് പറയും. അതിൽ വളരെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു മീനാണ് ഗപ്പീസ്. അപ്പം ഈ സുപരിചിതമാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ മാർക്കറ്റും. ഇത് എളുപ്പത്തിൽ വീട്ടിൽ വെക്കാനും ഇത് ബ്രീഡ് ചെയ്യിച്ചെടുക്കാനും ഒക്കെ പറ്റുന്നതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ നല്ലൊരു മാർക്കറ്റുള്ള മീനാണ്. നമ്മളെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും അതുപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റിലും നന്നായിട്ട് പോകുന്ന ഒരു മീനാണ്. ശരി, ഇത് വേറെ ഗപ്പീസിന് പേരുണ്ട്? വെറൈറ്റിയിൽ എന്തെങ്കിലും? ഇതിൽ നിരവധി പേരുകളുണ്ട്. ഈ പേരുകളൊക്കെ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇതിന്റെ വാലിന്റെ ഘടന, അല്ലെങ്കിൽ ഇതിന്റെ മുതുകിലെ ചിറക്, ഡോർസൽ ഫിൻ, ശരി, അതിനോടൊക്കെ അനുബന്ധിച്ചിട്ടും പിന്നെ ഇതിന്റെ നിറം കാര്യമായിട്ട് അതനുസരിച്ച് പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടേ. നമ്മളെ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗപ്പീനെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന രീതിയിൽ. തീർച്ചയായും. ശരി, അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ഇതിനങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പേര്
കണ്ടെത്തിയിട്ടുണ്ടോ? ഇതിലൊരു കൗതുകം എന്താന്ന് വെച്ചാല് ശരിക്കും ആളുകളൊക്കെ പറയുന്നത് ഇത് പ്രസവിക്കുന്ന മീനാണെന്നാണ്. ഒരിക്കലും മത്സ്യങ്ങളിൽ പ്രസവിക്കുന്ന മീൻ ഇല്ല. ഇല്ല അല്ലേ? നമ്മൾ ശരിക്കും ബ്ലൂ വെയിൽ അല്ലെങ്കിൽ വെയിൽ ഫാമിലി, ഡോൾഫിൻ ഫാമിലി ഒക്കെയാണ് പ്യുവർ ആയിട്ടുള്ള മാമൽസ്, സസ്തനങ്ങൾ എന്ന് പറയുന്നത്. ആ വിഭാഗം അല്ല അത്. ശരി. ഇത് ശരിക്കും ഓവോ വിവി പാരസ് എന്ന് പറയും. അതായത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കും, എന്നിട്ട് അത് ഒരു പൂർണ്ണ വളർച്ചയുള്ള കുട്ടിയാണ് പുറത്തേക്ക് വരിക. പക്ഷെ അതൊരു മുട്ട വിരിഞ്ഞിട്ടാ വരുന്നത്. അത് ശരി, അങ്ങനെയാണ്. അതായത് പ്രസവിക്കല്ല. അല്ല, ആ മുട്ടന്റെ ഷെല്ല് ഒരു ഭാഗത്തേക്ക് പോകുന്നതും കുഞ്ഞ് വേറൊരു ഭാഗത്തേക്ക് പോകുന്നതും നമുക്ക് കാണാം. അത് ശരി, അത് കൃത്യമായിട്ട് നോക്കണം, ശ്രദ്ധിക്കണം അല്ലേ? ഓക്കെ, ഇത് ഗപ്പീസിലെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഗപ്പി വെറൈറ്റി ആണ്. ഓക്കെ, പിന്നെ ഈ കാണുന്നത് മുഴുവൻ ആ ഒരു ഈ സെക്ഷനിൽ ഗപ്പീസ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഗപ്പിയാണ് നമുക്ക് നല്ലൊരു മാർക്കറ്റ് വരുന്ന സാധനം. ശരി ശരി. നമ്മള് അടുത്തതായിട്ട് എന്താ പറയാ, ഞാനിപ്പോ എനിക്ക് അറിയാനുള്ളതെന്ന് വെച്ചാല് ഇതിന് ഓരോ ടാങ്കിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സെമി ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ നമ്മള് ആദ്യ കാലങ്ങളിലൊക്കെ ഇപ്പൊ 30 വർഷം മുൻപൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ടാങ്ക് കഴുകി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല എഫേർട്ടാണ്. വെള്ളം മാറ്റുക, അത് നല്ലൊരു എഫേർട്ടാണ്. ഇപ്പൊ അതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പം ഈ ഒരു യൂണിറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് അമോണിയ നമുക്കറിയാം, അത് എപ്പോഴും 0 ആക്കി മെയിൻറ്റെയിൻ ചെയ്യാണ് നമ്മൾ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഇൻലെറ്റ് വെള്ളം വരുന്ന സമയത്ത് ഈ ടാങ്കിനകത്ത് ബിൽഡ് ചെയ്യുന്ന അമോണിയ താഴെ ഭാഗത്തുനിന്ന് ഈ പൈപ്പിലൂടെ വന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ശരി. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ വല്ലാതെ ഒരു എഫേർട്ട് ഇതിൻ്റെ മുകളിൽ കഴുകാനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അമോണിയ ഓട്ടോമാറ്റിക്കലി ഇതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അമോണിയ ഉള്ളത് കൊണ്ടാണ് 90% അല്ലെ 100% ചത്തുപോകണം അല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ ഒരു ഹാച്ചറിയിലെ മത്സ്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനിമം 3 or 4 ടൈംസ് ഒക്കെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഭക്ഷണം കഴിക്കുന്നത് ഇതിന്റെ യൂറിനും ഫീസീസുമായിട്ട് വെള്ളത്തിൽ ലയിക്കും. അത് അമോണിയ ബിൽഡപ്പ് ചെയ്യും. അപ്പൊ ഈ അമോണിയ ടോക്സിക് ആണ്, മീനിന് ഹാംഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ അമോണിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ചേഞ്ചസ് പറയുന്നത്, അക്വേറിയത്തിലാണെങ്കിലും ടാങ്കിലാണെങ്കിലും ഒക്കെ. അപ്പൊ ഇതിന് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് സിസ്റ്റം ഉള്ളത് കൊണ്ട് നമ്മളറിയാതെ തന്നെ അമോണിയ അങ്ങനെ കുറേശ്ശെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് എല്ലാ വെറൈറ്റിയും, അതായത് മീനുകളിൽ എല്ലാ വെറൈറ്റി ആണെങ്കിലും ഏത് സെക്ഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാ മീനുകൾക്കും. ഇത് നമുക്കറിയാം, നമ്മൾ ഫീഡ് കൊടുക്കേണ്ടത് മസ്റ്റാണ്. അതെ അതെ അതെ. വേറെ ഒരു കാര്യം ഓക്സിജനുമാണ്. അതെ, ഈ ഓക്സിജൻ നമുക്ക് കെട്ടി നിൽക്കുന്ന വെള്ളം എന്ന് പറയുമ്പം അതിനകത്ത് ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആവും. അതെ അതെ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റം, ഇതിൽ ഡിസോൾഡ് ഓക്സിജൻ വരുന്ന രീതിയും ഇതൊക്കെ ഈ ടാങ്കിനകത്ത് കാര്യങ്ങൾ നടന്നു പോകും ഭംഗിയായി. അതായത് നമ്മളിപ്പോൾ ഒരു എത്ര മത്സ്യങ്ങൾ, അതായത് ഒരു 15 അല്ലെങ്കിൽ 20 മത്സ്യത്തിന് എത്ര ലിറ്റർ വെള്ളം അങ്ങനെ കണക്കുണ്ടോ? ഈ ടാങ്ക് ഇപ്പം വെച്ചിട്ടുള്ളത് 2500 ലിറ്ററാണ് ഒരു ടാങ്കിനകത്ത് വെള്ളം ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഇടുന്ന മീനിന്റെ എണ്ണത്തിന്റെ കണക്കാണെങ്കിൽ അത് മീനിന്റെ സൈസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചെറിയ മത്സ്യങ്ങളാണ് നമ്പേഴ്സ് കൂടുതൽ ഇടാം, പക്ഷെ വലുതാവുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറയ്ക്കണം. അത്രേ ഉണ്ടാവുള്ളൂ അല്ലെ? അങ്ങനത്തെ മാറ്റങ്ങളെ ഉണ്ടാവും. അപ്പൊ ഈ കാണുന്നത് മുഴുവൻ ഈ ഒരു സെക്ഷൻ ഏകദേശം ഒരു 8 ഉള്ളത്. അതെ, ഇതിപ്പം 8 ടാങ്ക്സ് ജസ്റ്റ് ഒരു വാൾവിലാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാം. ഇതിനകത്തുള്ള പ്രോസസ് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ സെക്ഷനിൽ മുഴുവൻ എന്താ പറയുക, വാട്ടർ ചേഞ്ചസ്, അതിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യണ്ട, അതങ്ങനെ നടന്നു. ഈ സെക്ഷനിൽ മുഴുവൻ നമ്മൾ ഗപ്പീസിനെ മാത്രമാണ്. അതെ, ഈ സെക്ഷനിൽ ഗപ്പിയാണ്. അപ്പൊ നമുക്ക് വേറെ, അതായത് ഇവിടെ കുറെ വെറൈറ്റികൾ ഉണ്ടല്ലോ, അടുത്ത വെറൈറ്റിയിലേക്ക് പോയാൽ. ഓക്കെ, തീർച്ചയായും. വെറൈറ്റി വരുന്നത് ഇത് റെഡ് സെവറം എന്ന് പറയുന്ന സിക്ലിഡ് വിഭാഗത്തിൽ വരുന്ന മത്സ്യമാണ്. സിക്ലിഡ് വിഭാഗത്തിൽപ്പെട്ട മത്സ്യം തന്നെയാണല്ലോ. അതെ, റെഡ് സെവറം. ഇതിന്റെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ ആളുകൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഹാർഡി ഫിഷാണത്, അത്ര പെട്ടെന്ന് ചത്തുപോകില്ല. ശരി. പിന്നെ അതുപോലെ തന്നെ ബ്രീഡിങ്ങും കുറച്ചുകൂടെ എളുപ്പമാണ്. കുറച്ചുകൂടി ഈസിയാണ്. അതെ അതെ. മോണോഗോമസ് സിക്ലിഡ്സ് വിഭാഗത്തിൽ വരുന്നതാണ്. ഒരു മെയിലും ഒരു ഫീമെയിലും. അതൊരു സ്പോണിങ് സൈറ്റ് സെലക്ട് ചെയ്യും, എന്നിട്ട് അവിടെ ക്ലീൻ ചെയ്ത് അവിടെ മുട്ടയിടും. നമ്മളെ ഈ ഓസ്കാറിന്റെ മാതിരി. അതെ, സെയിം. ഓസ്കാറും ഇതും ഒക്കെ. സിക്ലിഡ്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഇവർക്കൊക്കെ അപ്ലിക്കബിൾ ആണ്. നമ്മളിപ്പോ ഓസ്കാറിൽ കണ്ടില്ല, ഓരോ സെക്ഷൻ നമ്മുടെ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പോണതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ പൈപ്പോ അല്ലെങ്കിൽ മൺചട്ടികളോ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ സ്പോൺ ചെയ്യും. അവരെന്നെ പെയർ കണ്ടുപിടിച്ച് അവരെന്നെ സെറ്റായി ഒരു സെക്ഷനിലേക്ക് മാറി.
പക്ഷെ നമ്മളിവിടെ ഈ പ്രൊഫഷണൽ ബ്രീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒരു മെയിലും ഫീമെയിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു 2:1 ഗ്ലാസ് ടാങ്കിലേക്കാണ് മാറ്റിയിടുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു 8-10 മനസ്സിലാവും. മെയിൽ ആൻഡ് ഫീമെയിൽ നമുക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇവര് മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഫീമെയിൽ കമ്പാരിറ്റീവ്ലി ഒന്ന് ചെറുതായിരിക്കും. പിന്നെ വയറ് ശരിക്കും ആ എഗ്ഗൊക്കെ ആയിട്ട് ഒന്ന് പ്ലംബി ആയിട്ട് നിൽക്കും. പിന്നെ ഇവരെ ബ്രീഡിങ് ടൈം ആകുമ്പോൾ ഇവരെ കളറിങ് ഒക്കെ ഒന്ന് മാറ്റം വരും. അപ്പൊ അതൊക്കെ നമുക്ക് ഈ പരിചയത്തിലൂടെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് വരാൻ. ശരി, ഇനി അടുത്ത നമ്മളിപ്പോ ഈ ഒരു വെറൈറ്റി തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും? സിക്ലെറ്റ്സിൽ ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, കാണിക്കാം. ഓക്കെ, ഏത് വേറെ? ഇത് ജുവൽ ഫിഷ് എന്ന് പറയുന്ന മീനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്ലിഡ് ഇനത്തിൽ വരുന്നതാണ്. പക്ഷെ എന്താ പറയാ, ഒരു വെറൈറ്റി കളേഴ്സ് കാര്യങ്ങളൊക്കെ അല്ലേ? അതെ, ഇതും ഹാർഡി ആയിട്ടുള്ള ഫിഷാണ്. നമുക്ക് ഏത് ഒരു ബിഗിനർക്കും എളുപ്പത്തിൽ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന എഗ്ലേയസ് വിഭാഗത്തിൽ വരുന്ന ഒരു ഈസി ബ്രീഡാണ്. അതും ആ ഒരു ഇപ്പൊ പറഞ്ഞ കണ്ട അതേ കാറ്റഗറി സെയിം മോണോഗോമസ് സിക്ലിഡ്സ് ആണ്. അത് ബ്രീഡായി നിൽക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെയാണല്ലേ? ഇതിന്റെ പേര് കറക്റ്റ് എന്തായിരുന്നു? ഇതിന്റെ പേര് ജുവൽ. അതായത് ഒരു സ്വർണത്തിന്റെ ഒരു തന്നെ ജുവൽ ആണ്. ഇത് പിങ്ക് കോൺവിക്ട് സിക്ലിഡ് എന്നാണ് ഇതിനെ പറയാ. ഇതിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിന്റെ ഫീമെയിൽ ഏതാണ് മെയിൽ ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. കാരണം ആ വലുത് കാണുന്നത് മെയിലാണ്, ചെറുത് ഫീമെയിലാണ്. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ്. അത് ഈ കോൺവിക്സിലൊക്കെ ഏകദേശം ഈ ഒരു രൂപമാണ് വരിക. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേറെ ചില കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. പക്ഷെ ഇതിപ്പം എളുപ്പത്തിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. ഒരേ ബാച്ചിൽ വരുന്നതാണ്. അതിൽ വലുത് വരുന്ന മെയിലാണ്. ഇവനാണോ വായൽ കൊണ്ടടക്കുന്നത്? അല്ല, ഇത് മോണോഗോമസ് സിക്ലിഡ്സ്, അമേരിക്കൻ സിക്ലിഡ്സ് എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെയാണല്ലേ? അതെ. ഇവരെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കൂല. കുഞ്ഞുങ്ങളെ നല്ല പാരന്റൈൽ കെയർ ആണ്, സംരക്ഷിച്ച് കൊണ്ടടക്കും. അതുകൊണ്ടാണ് ഏത് ബിഗിനേഴ്സിനും ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീനാണ്. ഇതെങ്ങനെ എത്ര ദിവസം അങ്ങനെ ഉണ്ടോ അടുത്ത ബ്രീഡ് ആവാൻ വേണ്ടി? ഇത് നമ്മളിപ്പോ ഒരു ബ്രീഡ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് അടുത്ത ക്ലച്ച് ഓഫ് എഗ്സ് ഫീമെയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. വീണ്ടും ബ്രീഡിങ് നടക്കും. നേരത്തെ കണ്ട ജുവൽ സിക്ലിഡ് ആണ്. ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ നല്ല റെഡിഷ് കളർ വരും. ഈ കളർ വരും അല്ലേ? അതെ. ഇത് ഓൾറെഡി ചെറിയ മക്കൾ ഉണ്ട് തോന്നില്ല ഇതിന്റെ ഉള്ളിൽ? അതിനകത്ത് മക്കളുണ്ട്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മെയിലിനും ഫീമെയിലിനും ഈ കളർ വരും. നല്ല ഭംഗിയുള്ള കളർ അല്ലേ? നല്ല രസമാണ് അല്ലേ? നമ്മളെ അടുത്തതായിട്ടേ കാണാൻ പോണ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ നട്ടർ അല്ലേ? അതെ അല്ലേ? ഒന്നും കൊടുക്കാൻ ഇതാണ് നട്ടർ വെറൈറ്റി ആണ്. ഇത് സക്കർക്കാറ്റ് ആണ്. അത് സക്കർക്കാറ്റ് അതിന്റെ ഇടയിൽ കുടുങ്ങിയതല്ലേ? ഇതാണ് നമ്മളെ നട്ടർ. ഇത് നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കും അല്ലേ? ഇത് എഡിബിൾ ഫിഷ് ആണ്. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി വരുന്ന ഒരു മീനാണ്. ഇതിനു മുൻപ് സർക്കാർ ഇതിനൊരു നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കാണുമ്പോൾ നമ്മൾ പിരാനയാണെന്ന് വിചാരിക്കും. പക്ഷെ പിരാനയല്ല, നട്ടർ എന്ന് പറയുന്ന മത്സ്യമാണ്. കഴിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈ പല്ലുണ്ട്. ഇപ്പൊ തൊട്ട് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. പിരാനന്റെ പല്ല് ഇങ്ങനെയല്ല വരിക. റേസർ ഷാർപ്പാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മാംസം പൊളിയും. ശരി. ഇത് ശരിക്കും നട്ട്സും അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന ഒരു സാധു മത്സ്യമാണ്. ശരി. അത് ഇതല്ല, അല്ല, പിരാനയായിട്ട് ബന്ധമില്ല. പക്ഷെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇവരെ ഫാമിലി ശരിക്കും നോക്കുകയാണെങ്കിൽ ടെട്രയിൽ വരുന്നതാണ് രണ്ടും. പക്ഷേ സ്വഭാവം കൊണ്ട് രണ്ടാളും രണ്ടു തരത്തിലാണ്. കർമ്മം കൊണ്ട് വളരെ. അതെ. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസ് അല്ല വരിക. ഇത് ശരിക്കും ഒരു 2 അടിയിലൊക്കെ മേലെ വരുന്ന സാധനം. ഇത് നോൺ വെജ് ആണോ വെജ് ആണോ? ഇത് ശരിക്കും ഒരു വെജാണ്, പ്രിഫറബിളി വെജാണ്. പക്ഷെ അത് ശീലിച്ചിട്ട് പലരും ഇതിനെ ഈ കോഴിയുടെ വേസ്റ്റ് ഒക്കെ കൊടുത്ത് വളർത്തി അതായത് മോൺസ്റ്റർ ആക്കിയതാണ്. അതെ. വൈൽഡിൽ ഇത് ഈ നട്ട്സ് ഒക്കെ ക്രഷ് ചെയ്യാനുള്ള പല്ലുകളൊക്കെയാണ് ഇതിനുള്ളത്. ശരി, അങ്ങനെയാണല്ലേ? ശരി. ഇതിൽ നട്ടറിൽ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നട്ടർ നമുക്ക് നാച്ചുറൽ ബ്രീഡിങ് ഇമ്പോസിബിൾ ആണ്. പോസിബിൾ അല്ല. അല്ല. ഇതിനെ നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത്. ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യണം, എന്നിട്ടാണ് ഇതിന്റെ ബ്രീഡിംഗ് നടക്കുന്നത്.
അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ബ്രൂഡിംഗ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറെ എന്താ പറയാ ഇങ്ങനത്തെ ഈ പ്രധാനമന്ത്രിന്റെ ഇതൊക്കെ സെക്ഷനൊക്കെ ആയതുകൊണ്ട് കുറെ മാറ്റം വരുത്തിയത് കൊണ്ടാണ് അധികം ഇതൊന്നും കാണാറ്. കുറെ വെറൈറ്റികൾ അവിടെ ഉണ്ടല്ലേ നമുക്ക്? അതെ അതെ, അത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗിഫ്റ്റ് തിലോപ്പിയ ഒരു സെക്ഷനിൽ കിടക്കുന്നുണ്ട്. ആ ഒരു വെറൈറ്റി അതൊന്ന് അതും കൂടി നമുക്ക് കണ്ടുതരാം. നമ്മൾ കാണാൻ പോണത് ഗിഫ്റ്റ് ഫിലോപ്പിയാണ്. അതായത് നട്ടറിന്റെ അതേമാതിരി നമ്മളെ കുളിപ്പിക്കും മിക്കവാറും. ഇതും എന്താ പറയാ ഒരു കഴിക്കുന്ന മത്സ്യം തന്നെയാട്ടോ. നല്ല എന്താ പറയാ നമ്മൾ അക്വേറിയത്തിൽ ഇടാൻ പറ്റിയ ഒരു മത്സ്യം തന്നെയാണ്. ഇതാണ് ഗിഫ്റ്റ് തിലോപ്പിയ. ഈ ഗിഫ്റ്റ് തിലോപ്പിയക്ക് കുറെ പ്രത്യേകതകളുണ്ട്. ഇതിപ്പം ഗിഫ്റ്റ് തിലോപ്പിയയിൽ റെഡ് തിലോപ്പിയ എന്ന് പറയും. ശരി. ഇത് നമ്മൾ പറഞ്ഞ നേരത്തെ കണ്ട പോലെ തന്നെ സിക്ലിഡ് വർഗത്തിൽ വരുന്നതാണെങ്കിലും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു സ്വഭാവക്കാരനാണ് ഗിഫ്റ്റ്. ശരി. അതെന്താന്ന് വെച്ചാൽ ഇത് ഗിഫ്റ്റ് നമ്മൾ പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ ശരിക്ക് ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലോപ്പിയ എന്നാണ്. ശരി. അതാണ് ഗിഫ്റ്റ്. അല്ലാതെ നമ്മളെ ഗിഫ്റ്റ് അത് കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഗിഫ്റ്റ് കൊടുക്കുന്ന തിലോപ്പിയ അല്ല. ആ ഒരു ഞാൻ ആദ്യം പ്രാവശ്യം അവിടെ കണ്ടപ്പോഴേ ബോർഡ് കണ്ടപ്പോഴേ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഇത് സിക്ലിഡ് ഇനത്തില് നേരത്തെ നമ്മൾ കണ്ടത് മോണോഗോമസ് സിക്ലിഡ് എന്നാ പറയാം. അതായത് ഒരു മെയിലും ഒരു ഫീമെയിലും. അത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. കുഞ്ഞുങ്ങള് അതായത് എഗ്ഗ് ലേ ചെയ്ത് അത് വിരിഞ്ഞ് അതിന്റെ സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുത്ത് വളർത്തുന്നതാണ്. ഇത് നേരെ മറിച്ചാണ് ഇതിന്റെ ബ്രീഡിംഗ് സിസ്റ്റം. ഇത് പോളിജെനിക് സിക്ലിഡ്സ് ആണ്. ആഫ്രിക്കൻ സിക്ലിഡ്സ് എന്ന് പറയും. ഓക്കെ. അതാണ് തിലാപ്പിയ വരുന്നത് ആഫ്രിക്ക നൈൽ നിന്നാണ് വരുന്നത്. നൈൽ തിലാപ്പിയാണ്. അപ്പം നൈലോട്ടിക്ക എന്ന് പേരുണ്ട് ഇതിന്. ഓ, അങ്ങനെ ഉണ്ടല്ലേ. ഇത് നമ്മള് സെൻട്രൽ ഗവൺമെന്റ് ഈ നൈൽ തിലോപ്പിയയിൽ ഏറ്റവും നല്ല സൈസ് ഉള്ളതും അതുപോലെ തന്നെ നല്ല ഫ്ലഷി ആയിട്ടുള്ള മീനിനെ നോക്കി സെലക്ട് ചെയ്യും. സെലക്റ്റീവ് ബ്രീഡിംഗ് നടത്തി അതിൽ നിന്ന് അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു 6 or 7 ജനറേഷൻ കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ മാത്രം എടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ ഹാച്ചിങ് സ്റ്റേജിൽ തന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട് കുട്ടികൾക്ക്. അത് ഫീഡിലാണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. അത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മെയിൽ ഫിഷിനെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം തിലോപ്പിയ ഫാമിങ്ങിൽ ഏറ്റവും ഫ്ലോപ്പായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഫീമെയിൽസ് കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തൂക്കം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ഫുഡൊക്കെ ഒരുപാട് കഴിച്ചു തീർക്കും. അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗിഫ്റ്റ് ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലോപ്പിയയിൽ 95% മെയിലായിരിക്കും. അങ്ങനെയായിരിക്കും. അപ്പോൾ അതാണ് കർഷകർക്ക് ലാഭം ഉണ്ടാവുക. മറ്റേ നഷ്ടമായിരിക്കും. അതാണ്. അതുകൊണ്ടാണ് തിലോപ്പിയ ഒരിക്കലും നമ്മൾ സ്വന്തം ബ്രീഡ് ചെയ്യിച്ചിട്ട് ഇടരുത്. സീഡ് വാങ്ങിച്ചിട്ട് തന്നെ ഇടണം. അങ്ങനെ ഇല്ലെങ്കിൽ ഫാമിങ്ങിൽ നമുക്ക് നഷ്ടം വരും. അതെ. കാലിട്ടാങ്ക അതിലുണ്ടല്ലോ. അല്ല, ഇതിൻ്റെ അകത്ത് ജൈൻ കവറുണ്ട്. ഇപ്പോൾ അടുത്ത വെറൈറ്റി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള മത്സ്യമാണ്. എവിടെ അക്വേറിയം ഷോപ്പിലൊക്കെ പോയി കണ്ടാലും ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കുറേ മീനുകളെ കാണാം. വെറൈറ്റി ആണല്ലോ. നമ്മളിപ്പോൾ അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ. ഇത് ടെട്ര വിഭാഗത്തിൽ വരുന്നതാണ്. ടെട്ര എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഗപ്പീനെ പറ്റി പറഞ്ഞു, പോയ്സിലിഡേ എന്ന് പറയുന്ന ഫാമിലിയാണ്. ടെട്ര വരുന്നത് ചാരാസിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നതാണ്. ചാരാസിഡേയിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട നട്ടർ മത്സ്യമൊക്കെ വരുന്നത് ചാരാസിഡേയിലാണ്, ടെട്രയിൽ വരുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കളർ പാറ്റേൺ വരുന്നത് ഇത് ശരിക്കും നാച്ചുറൽ അല്ല, മാൻമെയ്ഡാണത്. ഇത് ജെനറ്റിക്കലി മോഡിഫൈ ചെയ്താണ്. ഇത് ശരിക്കും ഈ കളേഴ്സ് വന്നത് കടലിലുള്ള ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് പാരച്യൂട്ട് പോലെ കാണാം അതിൻ്റെ ജീനാണ്. ആ ജീന് ഇതിനകത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ട് വരുന്നതാണ്. ജെനറ്റിക്കലി മോഡിഫൈ ചെയ്തതായതുകൊണ്ട് നമ്മൾ ഇതിനെ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾ ഇതേ കളർ വരും. ആ ജീന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. അപ്പൊ ഇതിന്റെ ശരിക്കും ഒറിജിനൽ കളർ എന്താ? ഒറിജിനൽ കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്ലാക്ക് വിഡോ ആയിരുന്നു, ആൽബിനോ വിഡോ ഉണ്ട് വൈറ്റ്. ഈ വൈറ്റിലാണ് ഇത് ചെയ്തത്. ഈ ഡിഫറെന്റ് കളേഴ്സ് ചെയ്തിട്ട് ഇത് നല്ല ഒരു വൈബ്രന്റ് ആയിട്ട് നിൽക്കും അക്വേറിയത്തിലൊക്കെ. ഇതിന്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ ആമസോൺ ആണ്. വൈൽഡ് വിഡോസ് നമുക്ക് കാണാൻ പറ്റുന്നത് ആമസോൺ
സൗത്ത് അമേരിക്ക. അത് ശരി. പക്ഷെ നമ്മളെ ഈ കേരളത്തിലെ കാലാവസ്ഥ ഇതിനൊക്കെ അനുയോജ്യമാണ്. എല്ലാത്തിനും എല്ലാ അതിന്റെ ഒരു മീനുകൾക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ ഭൂമധ്യരേഖ പാസ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഈ ആമസോൺ ബെൽറ്റിന്റെ അതേപോലെയുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് നമുക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ ക്യാപ്റ്റിവിറ്റിയിൽ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അത് ശരി. അത് കാണിച്ചു തരാം, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കിട്ടുമോന്ന് അറിയില്ല. ഇവിടെ ഒരു അത്രയും കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളാണ്, അത്രയും പൊടിക്കാണ്. പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വെറൈറ്റി പോയി കണ്ടാലോ? ഈ ഒരു വെറൈറ്റി കഴിഞ്ഞില്ല. ഇതിൽ ഒന്ന് ആഡപ്പ് ചെയ്ത് പറയാനുള്ളത് അത് പറയണം. ഓ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ടെട്ര മത്സ്യങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് എല്ലാവർക്കും ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന മീനുകളല്ല അത്. ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടെട്ര ട്രൈ ചെയ്യാത്ത നല്ലത്. ആദ്യം നിങ്ങൾ എളുപ്പമുള്ളത് ബ്രീഡ് ചെയ്യിച്ച് അതിലൊരു പരിചയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെട്ര ചെയ്യാം. ടെട്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ വെള്ളത്തിൻ്റെ pH ആണ്. സോഫ്റ്റ് വാട്ടറിലാണ് ടെട്ര ബ്രീഡ് ചെയ്യുക. നിയോൺ ടെട്രാസ്, കാർഡിനൽ ടെട്രാസ് ഇതൊക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഒക്കെ ഒരു 5.5 pH വരുന്ന pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും കൊണ്ടുപോകണം. അതെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സമയം, ഈ ഒരു മാസം നിങ്ങൾക്ക് ഇതിനെ ബ്രീഡ് ചെയ്യിക്കാൻ ഒരു പരീക്ഷണം നടത്താൻ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ റെയിൻ വാട്ടർ ബെസ്റ്റ് ആണ് ഇത്. pH കുറവായിരിക്കും. അതെ, pH കുറവായിരിക്കും. അപ്പോൾ റെയിൻ വാട്ടർ നല്ല ഫ്രഷ് ആയിട്ട് എടുത്തു വെച്ചിട്ട് അതിൽ ബ്രീഡ് ചെയ്യാം. നമ്മൾ നോർമലി ഉള്ള pH എന്ന് പറഞ്ഞാൽ 7 ആ ഒരു കാറ്റഗറി. അതെ, നോർമലി 7 ആണ്. 7 അല്ലേ? ഇത് ഒരു സ്ലൈറ്റ്ലി അസിഡിക് ആവും വെള്ളം. അതാണ് 5.56 വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്പൺ. അതെ അതെ. അങ്ങനെ ഇതിപ്പോ നമ്മൾ ബ്രീഡിംഗ് ടാങ്ക് വേറെ തന്നെയാണ്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അതായത് ബ്രീഡ് ചെയ്യിക്കുന്ന സമയത്ത് ആ ടാങ്കിലേക്ക് വെളിച്ചം നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. അങ്ങനെ മറ്റേ മറ്റേ നിയോൺ ലൈറ്റ് പോലെ അങ്ങനെയാണോ? അങ്ങനെയല്ല, വെളിച്ചം. അതായത് ഇത് നാച്ചുറൽ ആയിട്ട് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആമസോൺ റിവറിൽ നിറയെ ഈ ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, വെളിച്ചം വളരെ കുറച്ച് പെനിട്രേറ്റ് ചെയ്ത് അടിയിലേക്ക് എത്തുന്ന ഭാഗങ്ങളിലാണ് ഇത് ബ്രീഡ് ആവുന്നത്. ആ ഒരു അന്തരീക്ഷം നമ്മളെ ടാങ്കിൽ സൃഷ്ടിച്ചു കൊടുക്കണം. അതെ. വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കുഞ്ഞുങ്ങളും മുട്ടയും നഷ്ടപ്പെട്ടു പോകും. അതാണ് വേറെ ഒരു കാര്യം ഇത് ബ്രീഡ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മള് എളുപ്പമുള്ളത് ചെയ്ത് നോക്കിയിട്ട് ആദ്യം എളുപ്പമുള്ളത് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ലെവലൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വരാം. ഈ മത്സ്യങ്ങൾ നമുക്ക് ഏകദേശം കാണുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പരൽ മത്സ്യങ്ങളെ, കടുങ്ങാലി വെറൈറ്റി, പുണ്ടിയ സ്പീഷീസ് എന്ന് പറയും. ഇവര് വരുന്നത് വേറൊരു ഫാമിലിയാണ്. നേരത്തെ നമ്മൾ സിക്ലിഡ്സിനെ പറ്റി പറഞ്ഞു, സിക്ലിഡേ അതുപോലെ പോയ്സിലിഡേ പറഞ്ഞ പോലെ ഇവർ വരുന്നത് സിപ്രിനിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നതാണ്. വേറൊരു വെറൈറ്റി. സിപ്രിനിഡേയിൽ ഒരുപാട് ഇനം മത്സ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നത് അത് തന്നെയാണോ? സിപ്രിനിഡേയിൽ വരുന്ന സിൽവർ ബാർബ് എന്ന് പറയുന്ന, നമ്മൾ ഇവിടുന്ന് വെള്ളിപ്പരൽ, കടുങ്ങാലി പരൽ എന്നൊക്കെ പറയുന്നത് ഇവരെ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഇതേ രീതിയാണ് അതിന്റെയും പ്രജനന രീതി. ബ്രീഡിംഗ് ഒക്കെ സെയിം തന്നെയാണ് അല്ലേ? അതൊരു കൂട്ടായിട്ടാണ് എപ്പോഴും അവര് സഞ്ചരിക്കും. ഇവര് സ്കൂളിംഗ് ഫിഷസ് എന്ന് പറയും. കൂട്ടമായിട്ട് ഗ്രൂപ്പായിട്ട് പോകും. നമ്മൾ പ്ലാന്റഡ് അക്വേറിയത്തിലൊക്കെ ഇടുമ്പോൾ അത് തന്നെ ഒരു അട്രാക്ഷനാണ്, ഇവർ ഒന്നിച്ചിട്ടുള്ള മൂവ്മെന്റ്. അതെ അതെ അതെ. അപ്പം ഈ ഇനത്തിൽ വരുന്ന നിരവധി ബാർബുകളുണ്ട്. ഈ കാണുന്നത് റോസി ബാർബാണ്. ബാർബ് എന്ന് പറഞ്ഞാൽ പരളാണ്. ഇത് ഇതിൻ്റെ ഞാൻ സിപ്രിനിഡേ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ ശാസ്ത്രം അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ ചെതുമ്പലിൻ്റെ രൂപങ്ങൾ ഇതൊക്കെ സാമ്യമായിരിക്കും. അതാണ് ഇതിൻ്റെ. ഇതിൽ തന്നെ വേറൊരു ഇതിൽ തന്നെ ടൈഗർ ബാർബ്സ് ഉണ്ട്, ടിൻഫോയിൽ ബാർബ്സ് ഉണ്ട്, നിരവധി ബാർബുകളുണ്ട്. ടൈഗർ ബാർബാണ് ഇതിൻ്റെ നാച്ചുറൽ ടൈഗർ ബാർബ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വദേശിയാണ്, ഇന്ത്യൻ ആണ്, കൽക്കട്ടയിലാണ്. അത് നമ്മളെ ബംഗാളിലാണ്. നല്ല ഭംഗിയാണ്. പക്ഷെ ഈ പച്ച ഇതിന് ആർട്ടിഫിഷ്യലി കൊടുത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ നടന്നതാണ്. ഈ മത്സ്യം ഇത് ടെട്രയില് കാർഡിനൽ ടെട്ര എന്ന് പറയുന്ന മത്സ്യമാണ്. കാർഡിനൽ ടെട്ര കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മത്സ്യമാണ്. ഇതിന്റെ വേറൊരു ചെറിയൊരു ടൈപ്പില്ലേ, അത് നിയോൺ ടെട്ര. നിയോൺ ടെട്ര കുറച്ചുകൂടെ എക്സ്പെൻസീവ് അല്ലാത്തതാണ്. ഇതാണ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. ഇത് ബ്രീഡ് ആവണം, കുറച്ച് റിസ്ക് ആണ്. വേറൊരു കളർ ചേഞ്ച് ഉള്ള ഒരു വെറൈറ്റി ആണല്ലോ. നിയോൺ ടൈപ്പ് തന്നെയാണോ? ഇതൊരു നിയോൺ ടൈപ്പ് ആണ്. നമ്മുടെ പ്ലാന്റഡ് അക്വേറിയത്തിലേക്കൊക്കെ നല്ല ഡിമാൻഡ് വരുന്ന മീനാണ് ഇത്.
മറ്റൊരു ഇനാണ് മെലാനോടോൺസ് എന്ന് പറയും. മെലാനോടോണിഡേ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന മത്സ്യങ്ങളാണ്. റെയിൻബോ ഫിഷ് എന്നാണ് ഇതിന് പറയാ. ഓഹോ, ഒരു വിധത്തിൽപ്പെട്ട എല്ലാ കളറും ഉണ്ട്. അതെ അതെ അതെ. ശരി, ഇത് ഫീമെയിൽ ആണോ? ഇത് മെയിലാണ്. മെയിലല്ലേ? അതെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺവിക്റ്റ് സിക്ലിഡ്സ് ഉണ്ട്. അവരെ ഗ്രൂപ്പിൽ വരുന്ന വയറൊക്കെ കുറച്ച് ബൾജി. അതെ അതെ. ഇത് ഒരു ബലൂൺ മോളിന്റെ ഒരു ഡ്വാർഫ് ടൈപ്പ് ആണത്. ശരി, ഇത് നല്ല ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ്. നല്ല രസമാണ് കാണാൻ. രണ്ടും അത് ഫീമെയിലും മെയിലും ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അതെ. ശരി, ഇതും പെട്ടെന്ന് ബ്രീഡാവാൻ ബുദ്ധിമുട്ടാണോ? എന്താണ്? ഇല്ല, ഇത് വൈറ്റ് പാരറ്റ് എന്നൊക്കെ പറയും. ഇത് ബ്രീഡിങ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഈസിയാണ്. മോണോഗോമസ് സിക്ലിഡ്സ് ആണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതെ. ഇത് ആഫ്രിക്കൻ സിക്ലിഡ്സ് ആണ്. ഇതിലും നല്ല ഇമ്മ്യൂണിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 8 or 10 ഫീമെയിൽ ഉണ്ടെങ്കിൽ അതിന് ഒരു മെയിൽ മതി. അങ്ങനെയാണ്. അതെ, പോളിജെനിക് സിക്ലിഡ്സ് എന്ന് പറയും. ഇവര് ശരിക്ക് ആഫ്രിക്കയിൽ ലേക്ക് ടാങ്കനിക്ക, ലേക്ക് വിക്ടോറിയ ഇങ്ങനെയുള്ള ലേക്കുകളിലാണ് ഇത് കാണുന്നത്. അല്ല, ഇതിന്റെ ഷെല്ല് കുറച്ചുകൂടി ഇങ്ങനെയാ. ഇത് നല്ല ആരോഗ്യമുള്ള മത്സ്യമാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവര് നാച്ചുറൽ ആയിട്ട് കാണുന്ന ഭാഗത്ത് ഇവരെ കുട്ടികളെ വലുതാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കാരണം ഒരുപാട് മത്സ്യങ്ങളുള്ള സ്ഥലമാണ്, ഇങ്ങനെ തിങ്ങി നിറഞ്ഞ്. അതുകൊണ്ട് പ്രകൃതി എന്നെ കൊടുത്ത ഒരു സംവിധാനമാണ്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ അതിൽ പെൺമത്സ്യം വായിലകത്താണ് മുട്ട എടുത്തു വെക്കുന്നത്. അവരാണ് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. മെയിലിന്റെ സ്പോണിങ്, അതിന്റെ സ്പേം വരുന്നത്, സ്പേം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വായിക്കകത്തുനിന്ന്. എന്നിട്ട് ഒരു 20-22 ദിവസം അത് ഹോൾഡ് ചെയ്ത് ഒരു ഫുള്ളി ഗ്രോൺ അപ്പ് ആയിട്ടുള്ള ഒരു കുട്ടീനെയാണ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതെ അതെ. ആളുകൾ ഇത് പാമ്പിന്റെ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഇത് ശരിക്ക് ഈ മീനാണത്. ഇത് ശരിക്കും ലോച്ചാണ്. വയലിലൊക്കെ നമ്മൾ ഇതിന്റെ വേറെ ഒരു വെറൈറ്റി കാണും. ഇത് ശരിക്കും ഇതിന്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, മലേഷ്യ ഭാഗത്താണ്. ഇതിന്റെ പേര് കുലി ലോച്ച് എന്നാണ്. കുലി ലോച്ച്. അതായത് നമ്മുടെ ഈ ഇതിന്റെ ഒക്കെ മറ്റെന്താ പറയാ, ഈലിന്റെ ആ ഒരു കാറ്റഗറി. ഈലല്ല, ഈല് വേറെ കാറ്റഗറി തന്നെയാണ് വരുന്നത്. ഇവര് ശരിക്ക് ഇവർക്ക് ഹൈഡിങ് സ്പേസ് കൂടുതൽ വേണം. പിന്നെ മാത്രമല്ല ഇവര് നൊക്ടേണൽ ആണ്. രാത്രി കാലത്ത് ആണ് ഇവര് പുറത്തിറങ്ങുക, ഇര പിടിക്കാനും. അതെ അതെ. എന്താ ശരിക്കും അതിന്റെ ശരിക്കും നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ഓരോ അക്വേറിയം ഓരോ ബയോടോപ്പ് അനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ ഗ്രാവൽ വേണം. ഈ ഗ്രാവൽ എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകളോ അങ്ങനെയുള്ള സാധനങ്ങൾ, മണല്. ഇതിനകത്താണ് ഇവര് ഈ ബ്രീഡിംഗ് ഒക്കെ നടക്കുന്നത്. ഇത് ഗ്രീൻ ടെറർ എന്ന് പറയുന്ന മോണോഗോമസ് സിക്ലിഡ്സിൽ വരുന്ന മീനാണ്. നല്ല ഹാർഡി ഫിഷാണ്. പക്ഷെ പേര് പോലെ തന്നെ ഗ്രീൻ ടെറർ എന്നാണല്ലോ, അഗ്രസീവ് ആണ്. ആണല്ലേ? അതെങ്ങനെയാ, നമ്മളോടാണോ അല്ലെങ്കിൽ കുട്ടികളോടോ? അത് ഇവര് തമ്മിൽ വേറെ മീനുകളൊന്നും ടാങ്കിൽ അങ്ങനെ നിർത്തൂല. നമ്മുടെ ഫൈറ്റർ കാറ്റഗറിയിലൊക്കെ വരുന്ന ആ ഒരു ഫൈറ്റർ പോലെ ഒന്നും പറഞ്ഞോളൂ, കുറച്ചുകൂടെ അഗ്രസീവ് ആണ് ഇവിടെ. വേറെ മീനുകളൊക്കെ ശരിയാക്കും. കുഞ്ഞുങ്ങളൊന്നും ഇല്ല, കുഞ്ഞുങ്ങളെ നല്ല കെയർ ചെയ്ത് കൊണ്ടുനടക്കും. നല്ല രസമാണ്. ഇതിപ്പോ നമ്മളെ ഒറാണ്ട ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്. നമ്മുടെ വേറൊരു വെറൈറ്റി ഇല്ലേ നമ്മുടെ ഇതേമാതിരി തന്നെ തലയിലൊരു ഇതുള്ള ഫ്ലവറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി തന്നെ വരുന്നതാണോ? അല്ല, ഫ്ലവറോണും ഇതും രണ്ടും രണ്ട് വിഭാഗത്തിലാണ് വരുന്നത്. ശരി. ഇതിന്റെ ഫാമിലി വരുന്നത് സിപ്രിനിഡേ ആണ്. മറ്റേത് സിക്ലിഡ്സിലാണ് വരുന്നത്. ഫ്ലവറോണും സിക്ലിഡ്സിലാണല്ലേ വരുന്നത്? അതും ഈ കാറ്റഗറി തന്നെയല്ലേ? അവരെ കാറ്റഗറി തന്നെയല്ലേ? അത് കോമൺ ആയിട്ട് പറയുമ്പോ അനിമേലിയ അതില് മീനിന്റെ കാറ്റഗറിയിൽ വരുന്നല്ല. അത് രണ്ടും ഫാമിലിയാണ്. പക്ഷെ ഹെഡ് കാണുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഫ്ലവറോണിന്റെ ഹെഡും ഇപ്പൊ കൊറേയൊക്കെ ആർട്ടിഫിഷ്യലി മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഡോഗ്സിന്റെ കാറ്റഗറി ആണെങ്കിലും അങ്ങനത്തെ ഒക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് സ്വന്തമായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണല്ലോ ഇപ്പൊ. അതെ. ഇത് ഗോൾഡില് നമ്മള് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം ഈ ലോബ് വരുന്ന വാല. ഇതിൽ സിംഗിൾ ടെയിൽ ആയിട്ട് വരുന്ന ഗോൾഡ് ഉണ്ട്. അതിന് നമ്മൾ കോമറ്റ് എന്ന് പറയും. കോമറ്റ് വളർത്തി എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് മനസ്സിലാവും. ഇത് കുറച്ചുകൂടി ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അസുഖങ്ങളൊക്കെ വരുന്ന കാരണം എന്താ വെച്ചാൽ മൂവ്മെന്റ് സ്ലോ ആവും ഈ ഫോൾഡ് വരുമ്പോൾ. ശരി. കൊമ്മറ്റ് അതല്ല, സ്പീഡിൽ മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ
അതിന് അസുഖങ്ങൾ കുറവാണ്. അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ഇൻഫെക്ഷനും അതേ വൈറ്റ് ഡ്രോപ്പ് അങ്ങനത്തെ കുറെ അങ്ങനെ ഇൻഫെക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര പെട്ടെന്ന് വരൂല. പക്ഷെ നമ്മൾ വെക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ടുണ്ടാവും. ശരി. അമോണിയ ഒക്കെ പെട്ടെന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വെള്ളമാണെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും. വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സർവൈവ് ചെയ്ത് പോയി. ശരിക്കും ആയുസ് ഒരു 20 വർഷം വരെയൊക്കെ പോകുന്ന ഒരു മീനാണ്. ഇവരെ മാക്സിമം വലിപ്പം ഇത് തന്നെയാണോ? അല്ല, ഇത് ഇനിയും വലുതാവാൻ. അപ്പൊ ഇനി ബ്രീഡ് ആവണമെങ്കിലും അത് ഫുൾ ഗ്രോത്ത് ആവണ്ടേ? ഈ ഗ്രോത്ത് തന്നെ ബ്രീഡ് ആവും. ഇതിപ്പോ ബ്രൂഡ് സ്റ്റോക്ക് ആണ്. അങ്ങനെ ഉണ്ടല്ലേ. വേറൊരു പ്രത്യേകത എന്താ വെച്ചാല് ഇതിന്റെ എഗ് കൗണ്ട് വളരെ കൂടുതലായിരിക്കും. 10,000 കണക്കിന് എഗ് ഇടും. അത് ശരി. അല്ല, ഈ ഇപ്പം കാണിച്ചിരിക്കുക നമ്മൾ ഒരുപാട് വെറൈറ്റി ഇപ്പൊ കാണിച്ചു കഴിഞ്ഞു. അതൊക്കത്തിലും നമുക്ക് കൊടുക്കാൻ ബ്രൂഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ കുട്ടികളെ കൊടുക്കാനുണ്ടോ? ബ്രൂഡ് സ്റ്റോക്കും കൊടുക്കാറുണ്ട്, കുട്ടികളെയും കൊടുക്കാറുണ്ട്. ഇത് എവിടെയും കാണാത്തൊരു വെറൈറ്റി ആണല്ലോ. ഇതേതാ വെറൈറ്റി? അതിന്റെ ഹെഡ് റെഡ് ആണ്. റെഡ് ഡെവിൾ ഏഞ്ചൽ എന്നൊക്കെ പറയും. ഈ ഒരു വെറൈറ്റി തന്നെയാണ്. ഈ ഒരു വെറൈറ്റി അല്ല, ഏഞ്ചലില് 10-12 വെറൈറ്റി നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഏഞ്ചലിനെ പറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സിക്ലിഡ്സ് തന്നെയാണ്. സിക്ലിഡ് വെറൈറ്റി ആണ്. ആമസോൺ ആണ് സ്വദേശം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ആമസോൺ തന്നെയാണ്. ആമസോൺ ആണ് എല്ലാത്തിന്റെയും ഒരു സ്വദേശമായിട്ട് തോന്നുന്നു അല്ലേ? അതെ. ഇതിന്റെ ക്ലാസ്സിന് വേണ്ടി പലരും ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഫിഷറീസ് കോളേജിൽ VHSCയിലൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഈ വരുന്ന അടുത്ത മാസം 17-ാം തീയതി ഞങ്ങൾ ഇവിടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതെ. എങ്ങനെയാ? ഞാൻ നമ്പർ അതിനകത്ത് ഇടാം, അതിൽ വിളിച്ചാൽ മതി. വിളിച്ചാൽ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവിടെ ഒരു എന്നാണ് അത് October 17-നാണ്. അപ്പൊ അതിന് മുന്നേ സീറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്യുക. എന്താ വെച്ചാല് നമ്പർ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും മിസ്സാക്കണ്ട. കാരണം വെച്ചാൽ നല്ലൊരു ക്ലാസ് ആയിരിക്കും. ഗൗറാമീസ് കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് വളർത്താൻ. അത്ര പെട്ടെന്ന് ചത്തുപോകാത്തതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവർ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി അല്ല, കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇത് അനബാൻഡിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതിൽ വരുന്നതാണ് ഗൗറാമീസ്. പെട്ടെന്നൊന്നും അങ്ങനെ ചത്തുപോല. നമുക്ക് ലങ് ഉള്ള പോലെ ഇവർക്ക് ലേബിറിന്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗൻ ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് അറ്റ്മോസ്ഫിയറിക് എയർ ഡയറക്ട്ലി ശ്വസിക്കാൻ പറ്റും. ഇതിപ്പോ ഫീമെയിൽ ആണ്. ഇപ്പൊ എഗ് ആയിട്ട് നിൽക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതെ. ഇതിപ്പോ കയ്യിൽ ഇങ്ങനെ കിടന്നാലും കുറച്ച് സമയം കിടന്നാലൊന്നും ഒന്നും ആവില്ല. ഇത് ഫീമെയിൽ ആയിട്ടോ എഗ് ലോഡ് ചെയ്ത് കിടക്കുകയാണ്. അതാണ്ടല്ലേ എഗ്ഗായി നിൽക്കുന്നതാണ്. ഇത് ഫീമെയിൽ, മറ്റേ മെയിലാന്ന് തോന്നുന്നു അല്ലേ? അതെ. അനബൻഡോയിഡ്സ് ആണ്. അനബൻഡോയിഡ്സ്. അതെ. ഇതിൽ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട്. കിസിംഗ് ഗൗറാമി ഉണ്ട്. നമ്മൾ അവിടെ കണ്ട കിസിംഗ് ഗൗറാമി, ജൈന്റ് ഗൗറാമി. ഇതധികം വലുതാവൂലെന്ന് തോന്നുന്നു അല്ലേ? ഇത് അധികം സൈസ് ആവൂല. ഈ ഒരു സൈസ് ഒക്കെ വരും. ഇതാ ഞാൻ പറഞ്ഞ നമ്മളെ കാണിച്ചു തരാന്ന് പറഞ്ഞ ഒരു ആള്. ഇത് ഏതായിരിക്കും? ഇത് ശരിക്കും കാസർഗോഡും അതുപോലെ വെച്ചൂരും കൂടിയുള്ള ഒരു ക്രോസ് ആണ്. ശരി. ഇതിന്റെ അമ്മ ഉണ്ട് തോന്നുന്നില്ല അവിടെ? അതെ. ഇതിന്റെ രണ്ടാൾ കൂടി ഉള്ള. ഇവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് ഈ മത്സ്യത്തിനും എല്ലാത്തിനും ഉള്ള ഒരു എന്താ പറയാ, ഇവരൊരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആ പങ്കൊന്ന് ഇത് എല്ലാം കൊണ്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളൊക്കെ പൂർവികര്, നമ്മളൊക്കെ ഒരു 1-2 തലമുറ പിറകോട്ട് എടുത്തു കഴിഞ്ഞാൽ പശു എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത വീടുണ്ടാവില്ല. ശരിയാ. കാരണം ഇത് പ്രകൃതിയിൽ വലിയൊരു റോൾ ഇവർക്കുണ്ട്. ഇവരുടെ ചാണകം, അതുപോലെ മൂത്രം, അതുപോലെ പാല് ഒന്നും മോശമല്ല, എല്ലാം ഉഷാറാണ്. ഇത് ശരിക്കും ഏറ്റവും നല്ല പ്രോബയോട്ടിക്സ് ആണ്. ഇപ്പോൾ ഇതിനൊരു ട്രെൻഡ് കൂടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വെച്ചൂർ പശുവിൻ്റെ ചാണകം ഏറ്റവും ഉഷാറാണെന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ റിസർച്ച് ചെയ്തിട്ട് അതങ്ങനെയാണ്. എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ആൾക്കാർക്ക് അത് വിശ്വാസം വരൂ. നമ്മളെ പൂർവികർ ഇത് നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം കുഞ്ഞന്മാരാണ്, വളരെ നാടൻ ഇനങ്ങളാണത്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു ഹമ്പ് ഉണ്ടല്ലോ, ഈ ഹമ്പ് വരും. ഇതിപ്പോ കാളക്കുട്ടിയാണ്, പക്ഷെ ഇത് പശുവിനും ഉണ്ടാവും. ഈ ഹമ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഇനത്തിൽ വരുന്ന പശുവിന് A2 മിൽക്കാണ് ഉണ്ടാവുക. A2 മിൽക്ക് ഏറ്റവും ഔഷധ ഗുണമുള്ള സാധനം. അങ്ങനെയാണല്ലേ? ഇപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അവർ പറയുന്നത് A2 ആയിട്ട് കൺവേർട്ട് ചെയ്ത മിൽക്കാണെന്നൊക്കെയാ പറയാം. പക്ഷെ നമ്മളെ ഈ ഫോറിൻ ബ്രീഡിലൊന്നും അത് കാണുന്നില്ല. പാല് വളരെ അളവിൽ കുറവായിരിക്കും, ഭയങ്കര ഗുണമാണ്, ഭയങ്കര ഗ്രോത്തബിൾ ആയിരിക്കും. അതെ. അപ്പൊ നമ്മളെ ഫാമിൽ ഇതിൻ്റെത് എങ്ങനെയാ ഉപയോഗപ്പെടുത്തുന്നത് വെച്ചാൽ, നമ്മൾ ടാങ്കൊക്കെ കഴുകി കഴിഞ്ഞാൽ, ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ചെറിയൊരു അംശം, ഇതിന്റെ ചാണകം, അത് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരുപാട് പ്രോബയോട്ടിക്സ് ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ വളരെ കൂടുതലാണ്. അതെ അതെ അതെ.
അതിനിപ്പം ചെടികളെ കാര്യത്തിലാണെങ്കിലും മീനിന്റെ അത് കാര്യത്തിലാണെങ്കിലും ചെടികളൊക്കെ ശ്രദ്ധിച്ചാൽ പക്ഷെ അത്ര അടുത്തേക്ക് ഇടരുതെന്നും പറയുന്നേക്കാം. അതെ, അത് ഒരു ചെടി, അത് പലരും പറയും, ഒരു മരമാണെങ്കിൽ ആ മരത്തിന്റെ ആ റൗണ്ട് ഉണ്ട്, ആ. ആ ഇലകൾ വന്ന് നിൽക്കുന്ന ആ ഒരു ഡയമീറ്ററിൽ അപ്ലൈ ചെയ്യരുത്, അതിന് പുറത്തേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതെ അതെ അതെ, അത് പെട്ടെന്ന് ഗ്രോ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. അതിനെപ്പറ്റി നമ്മൾ ആധികാരികമായിട്ട് പറയാം. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ അവസാനം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അക്വേറിയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ വലിയൊരു ഇതാവും. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനെ വിളിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തതെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുമ്പം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ വിളിച്ച് നമ്മൾ ചെയ്യുമ്പം ഏകദേശം 1 ലക്ഷം രൂപ വരെയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് ഇതിന്. തീർച്ചയായിട്ടും. കാരണം അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു എക്സ്റ്റേണൽ ഫിൽറ്റർ എന്ന് പറയുമ്പം അതിന് തന്നെ 25,000-30,000 രൂപ ചിലവ് വരും. പിന്നെ പ്ലാന്റഡ് അക്വേറിയത്തിന് വേറെ തന്നെയാണ് റേറ്റ്. ഈ ഒന്നെന്ന് പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കും. അതെ അതെ അതെ. ഇതിപ്പോൾ ഞങ്ങളിവിടെ ചെയ്തു വെച്ച അക്വേറിയാണ്. അപ്പോൾ എല്ലാവരും പറയാം അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാം. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ചില ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഇതിൽ ഒരു എക്സ്പെൻസീവ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലേ. ഇതിലാകെ ഒരു ഫിൽറ്ററാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഒരു പൈപ്പ് പോകുന്നത് ഒരു പവർ ഹെഡിലേക്കാണ്. ഇവിടെ ആ പവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 500 രൂപയ്ക്ക് താഴെ ചെലവ് വരുന്ന ഒരു സാധനം. അത്രേ വരുന്നുള്ളൂ അല്ലേ. പിന്നെ വേറെ ഒന്നും നമ്മൾ തന്നെ ഇവിടെ അസംബിൾ ചെയ്ത് വെച്ച ഒരു ചെറിയ ടാങ്ക് ഇതിന് മുകളിൽ കാണാം. ചെടി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു ഈ കാണുന്ന ഒരു റെക്ടാങ്കുലർ ബോക്സ് ആണ്. ഈ ബോക്സിന് ഒരു 3 ചേംബറാണുള്ളത്. ഫസ്റ്റ് ചേംബർ ഇതാ, എൻ്റെ വിരല് കാണിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ഒരു ചേംബറിനകത്ത് ഇട്ടത് കുറെ സ്പോഞ്ച് കഷ്ണങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ചിരട്ട കത്തിച്ചിട്ടുള്ള കരി. ഇപ്പം ചിരട്ടന്റെ ഡിമാൻഡ് എല്ലാവർക്കും അറിയാം. കാരണം ജർമ്മനിയിലെ ഫിൽറ്ററിലൊക്കെ ചിരട്ടന്റെ കരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചത് നമ്മളെ ചിരട്ടന്റെ കരിയാണ്. അത് കിഴികെട്ടി ഇതിനകത്ത് ഇറക്കി വെച്ചതാണ്. ഇതിന്റെ 3rd ചേംബറിൽ വരുന്നത് നമ്മളെ 6 mm കരിങ്കല്ലിന്റെ ഈ ഗ്രാവലാണ്. അതൊക്കെ എത്ര എക്സ്പെൻസീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതൊന്ന് വാഷ് ചെയ്ത് അത് ഇടുന്നു. പിന്നെ ഇതിന്റെ 3ാമത്തെ സെക്ഷനിലേക്ക് എത്തുന്ന സമയത്ത് ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി പോവുകയല്ല ചെയ്യുന്നത്. ഈ ചേംബർ ഒന്ന് മേലെയാണെങ്കിൽ ഒന്ന് താഴെയാണ്. അതായത് സെപ്റ്റിക് ടാങ്കിന്റെ സിസ്റ്റം ഇങ്ങനെ യു ഷേപ്പിലാണ് ഇങ്ങനെ കയറി പോകുന്നത്. അങ്ങനെയാണല്ലേ? അതെ. അപ്പം ഈ പവർ ഹെഡ് ഞങ്ങൾ ഓഫ് ആക്കാറേ ഇല്ല, 24 hours റണ്ണിങ് ആണ്. ശരി. ഇത് ഇതിനകത്തൂടെ വന്ന് ഫിൽട്ടർ ചെയ്ത് നല്ല വെള്ളമാണ് പുറത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ചാടുന്നു. ഇതിപ്പോ ഏകദേശം എത്ര, അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എത്രയായി ഇപ്പൊ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്? ഇത് ഇപ്പൊ ചെയ്തിട്ട് ഒരു 2 വർഷമായി ഉണ്ടാവും. 2 വർഷമായി ക്ലീൻ ചെയ്തിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. വെള്ളം മാറ്റാറില്ല, പക്ഷെ വെള്ളം ഒഴിക്കാറുണ്ട്. ഇത് വേപ്പറായി പോകുന്ന വെള്ളം. അതെ അതെ. അപ്പൊ അത് ലെവല് താഴോട്ട് വരുമ്പോൾ അത് മാത്രം ആഡ് ചെയ്യും. വേറൊരു കാര്യം ചെയ്യുക, ഈ ഫ്രണ്ട് ഗ്ലാസ് മാത്രം വല്ലപ്പോഴും ഒരു സ്ക്രേപ്പർ വെച്ചിട്ട്, അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരു മാഗ്നറ്റ് ടൈപ്പ് ആമസോണിന്ന് വാങ്ങിച്ച ഒരു സ്ക്രേപ്പറാണ്. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്രേപ്പറാണ്. ഇതിന്റെ മുകളിൽ എന്താ വെച്ചാൽ നമ്മളെ ഷേവിംഗ് ബ്ലേഡ് വാങ്ങിച്ച് ഇതിന്റെ മുകളിൽ ഇടാൻ പറ്റും. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ അതിന്റെയും ആവശ്യം വരുന്നില്ല. ഇതിനകത്ത് ഈ കാണുന്ന മീനിനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഈ സക്കറിനമായിട്ടുള്ള ആൽഗെ ഈറ്റേഴ്സ് എന്നാ പറയാ ഈ ഒരു സാധനം. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു തുണ ഒരാളും കൂടി ഉണ്ട്, 2 പേരുണ്ട് ഇതിനകത്ത്. അവരാണ് ഇത് ക്ലീൻ ആക്കി വെക്കുക. ഇത് മറ്റേതല്ലേ? ഇത് ഡിസ്കസ് ആണ്. പിന്നെ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സയൻസ് ഉണ്ട്. ഇത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു അക്വേറിയത്തിനകത്ത് നടക്കുന്ന ഫങ്ഷൻ. ഇതിപ്പം ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ അക്വേറിയത്തിനകത്ത് നമ്മൾ ഈ മീനിനെ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫീഡ് ചെയ്യുന്ന വേസ്റ്റ് ഇതിനകത്തേക്കാണ് ലയിക്കുന്നത്. ഇത് അമോണിയ ബിൽഡ് ചെയ്യും. ഈ അമോണിയ
കഴിക്കുന്ന നൈട്രോസൊമോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ആ ബാക്ടീരിയ ആണ് ഈ കാണുന്ന ഫിൽറ്ററിൻ്റെ ചേമ്പേഴ്സിൽ ആ കരിയിലും സ്പോഞ്ച് ബെഡിലും ഒക്കെ കോളനൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ. അവർ ഈ അമോണിയനെ കഴിച്ചിട്ട് നൈട്രൈറ്റ്സിനെ പുറത്തേക്ക് തള്ളും. ഈ നൈട്രൈറ്റ്സിനെ കഴിക്കുന്ന സെക്കൻഡ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഇതേ ബെഡ് തന്നെ ഫങ്ഷൻ ചെയ്യുന്നു. അതിൻ്റെ പേര് നൈട്രോബാക്ടർ എന്നാണ്. അതിൻ്റെ പുറത്തേക്ക് വരുന്നത് നൈട്രേറ്റ് ആണ്. ഈ നൈട്രേറ്റ് നമ്മൾ ഈ കാണുന്നതൊക്കെ ലൈവ് പ്ലാന്റ്സ് ആണ്. ഇവർക്ക് ഫെർട്ടിലൈസർ ആണ്, വളമായിട്ട് അത് ഉപയോഗപ്പെടും. അതുകൊണ്ട് ചെടികൾ നന്നായിട്ട് വളരും. ചെടികൾ വളരുന്നതോടുകൂടി തന്നെ ഇവർ ഡിസോൾവ്ഡ് ഓക്സിജൻ, അതായത് വെള്ളത്തിൽ ലയിച്ചിട്ടുള്ള പ്രാണവായു മത്സ്യത്തിന് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സൈക്കിളാണ് ഇതിൽ കംപ്ലീറ്റ് ആവുന്നത്. ശരി. ഈ സൈക്കിള് കംപ്ലീറ്റ് ആയാലേ നമ്മൾക്ക് അതിനെ ഒരു അക്വേറിയം എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ വെറുതെ ഒരു ബോക്സിൽ നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോണ്ട് പോലെ തന്നെ ഇത് ഫങ്ഷൻ ചെയ്യും. ഓക്കെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ വെക്കുന്നതൊക്കെ ശരിക്കും ഒരു ഗ്ലാസ്സിലുള്ള ഒരു സാധനമാണ്. അതാണ് സത്യം പറഞ്ഞാല്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് പഠിക്കാനും ഇതാക്കാനൊക്കെ ഉള്ള ഒരു വലിയൊരു കടൽ തന്നെയാണ്. അപ്പൊ ഇത് ഇപ്പൊ സെറ്റ് ചെയ്ത് കൊടുക്കുമോ? ഇത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കുറവാണ്. കാരണം ഈ ഹാച്ചറി ഇതിൽ തന്നെ ഒരുപാട് സമയം നമുക്ക് അങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മൾ അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങൾ ഈ ഓഗസ്റ്റിൽ 17 ഒരു ക്ലാസ് കൊടുക്കുന്ന, അത് ഇതിന്റെ ബേസിക്സ് ആയിട്ടുള്ള ഒരു ക്ലാസ്, ഒറ്റ ദിവസം. ക്ലാസ് മിസ്സാക്കണ്ട കേട്ടോ നിങ്ങൾ. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പം അതിൽ അവർക്ക് മാക്സിമം അതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ആ സമയപരിധിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്യും. ശരി. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ആദ്യം തന്നെ ജിഷാണ് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും സമയം എടുത്തിട്ട് പറഞ്ഞു തന്നതിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. എന്താ വെച്ചാൽ ഇത് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുത്ത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. നമസ്കാരം.